കോഴിക്കോട് നിന്ന് മേഘ കൂടി ചേരുന്നുണ്ട്. മേഘ, മലബാറിലെ വോട്ടെടുപ്പിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ആരംഭിച്ചു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 13 കേന്ദ്രങ്ങളിലായാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. അത് ഓരോ നിയോജക മണ്ഡലങ്ങൾക്കും ഓരോ ഇടങ്ങളിൽ വെച്ചാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഗവൺമെന്റ് മടപ്പള്ളി കോളേജ് വടകര, അതുപോലെ കൊയിലാണ്ട് നിയോജക മണ്ഡലത്തിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യോളി, കുറ്റ്യാട് നിയോജക മണ്ഡലത്തിലേത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ, അങ്ങനെ ഓരോ സ്കൂളുകളിൽ നിന്നുമാണ് ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എലത്തൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ്. ഇവിടെ പോളിംഗ് സാമഗ്രികൾ വിതരണം 8 മണി മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. പോളിംഗ് സാമഗ്രികൾ തഹസിൽദാർമാരും അതിനൊപ്പം ഈ വിവിപാറ്റും വോട്ടിംഗ് മെഷീനും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമാണ് കൈപ്പറ്റേണ്ടത്. എല്ലാ ഉദ്യോഗസ്ഥരും രാവിലെ 8 മണി മുതൽ തന്നെ എത്തി. അതിനു പിന്നാലെ ഈ കൈപ്പറ്റിയ പോളിംഗ് സാമഗ്രികൾ റൂട്ട് ഓഫീസറുടെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും സുരക്ഷയോടുകൂടിയാണ് ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കുക. ആ പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് എവിടെ നിന്നാണോ സ്വീകരിച്ചത് വോട്ടെടുപ്പിന് ശേഷം വീണ്ടും ഇവിടെ തന്നെ തിരിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വലിയ സുരക്ഷയോടുകൂടി തന്നെയാണ് നിലവിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിരിക്കുന്നത്. കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് 8-10 പോളിംഗ് സ്റ്റേഷനുകൾക്ക് ഒരു കൗണ്ടർ എന്ന രീതിയിലാണ് ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. ഏതായാലും രാവിലെ നമുക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നീണ്ട നിര തന്നെ കാണാം. രാവിലെ 8 മണി മുതൽ തന്നെ ആരംഭിച്ച ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോഴും തുടരുന്നു. മെഡിക്കൽ ടീം അങ്ങനെ ഓരോ കൗണ്ടറുകളായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലേക്കും അലോട്ട് ചെയ്യുന്ന പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വിവരം അതാത് വിതരണ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കും. സാമഗ്രികൾ കൈപ്പറ്റുന്നതിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് എല്ലാ സൗകര്യങ്ങളും, അതായത് കുടിവെള്ളം, ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോ പോളിംഗ് സ്റ്റേഷനെയും ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ഹാജർ രേഖപ്പെടുത്തുക. അതിന് പിന്നാലെയാണ് ഈ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റാനുള്ള അവസരമുണ്ടാവുക. ഏതായാലും ഇപ്പോഴും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അതിനൊപ്പം തന്നെ വോട്ടിംഗ് മെഷീനുകളുടെ വിതരണവും തുടരുകയാണ്. ആര്യ. ശരി, മേഘ മാധവനാണ് വിശദാംശങ്ങൾ നൽകിയത്.